മുംബൈയിലെ ആ സലൂൺ ലിസിയ എന്ന് പറയുന്ന സലൂൺ ആണെന്ന് തോന്നുന്നു. അതിന്റെ ഓണറെ നമ്മൾക്ക് ഇപ്പോൾ ടെലിഫോണിൽ കിട്ടിയിട്ടുണ്ട്. ലൂസി നമുക്കൊപ്പമുണ്ട്. ലൂസി, നമസ്കാരം. നമസ്കാരം. ലൂസി, ഈ പെൺകുട്ടികളെ എപ്പോഴാണ് അവിടെ എത്തിയതായി അറിഞ്ഞത്? ലൂസി ആ സമയത്ത് കടയിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനില്ലായിരുന്നു. എന്റെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു, മാനേജറൊക്കെ. അപ്പൊ ആർക്കും മലയാളം അറിയത്തില്ല. 2 പിള്ളേര് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവര് താഴേന്ന് പറഞ്ഞു ആ പിള്ളേർക്ക് എന്താ ചെയ്യണം, അവർക്ക് ഭാഷ അറിയത്തില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു മാനേജറെ വിട്ടു, മലയാളിയാ. അപ്പൊ അവള് പോയിട്ട് വന്നിട്ട് പറഞ്ഞു ആ പിള്ളേർക്ക് മുടിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം, അവർക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്. അങ്ങനെ അപ്പൊ ഇതൊരു ഉച്ച എത്ര മണി എക്സാക്ട്ലി എനിക്കിപ്പം അറിയത്തില്ല. ഉച്ചയോടുകൂടി അവരെത്തിയത് അല്ലേ? ഇത് മുംബൈയിൽ കൃത്യമായിട്ടും ഈ ലൊക്കേഷൻ എവിടെയാ? ഇത് CST സ്റ്റേഷനിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ്, ഹാൻഡ്ലൂം ഹൗസ് എന്ന് പറയും. CST സ്റ്റേഷനിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. വാക്കിംഗ് ഡിസ്റ്റൻസ്, ഹാൻഡ്ലൂം ഹൗസ്. അപ്പൊ ഇവര് CST സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവും, അവിടെ നിന്നാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. അവിടെ നിന്നായിരിക്കും വന്നത്, അറിയത്തില്ല എങ്ങനെ. ഉച്ചയ്ക്ക് CST ഈ കേരളത്തിൽ നിന്ന് വരുന്ന തീവണ്ടി ഉണ്ടോ? CSTയിൽ എത്തുന്ന വണ്ടി ഏതെങ്കിലും ഉണ്ടോ? ഉച്ചയ്ക്ക് അവിടെ എത്തുന്ന വണ്ടി? അതൊന്നും എനിക്കറിയത്തില്ല. നോ ഇഷ്യൂ, നമുക്ക് കണ്ടുപിടിച്ചോളാം. എനിവേ അവര് വന്നപ്പോ മുഖമൊക്കെ ഒത്തിരി മറിച്ചൊക്കെയാ വന്നേന്ന് പിള്ളേര് പറഞ്ഞേ. മുഖം മാസ്ക് ചെയ്താണ് വന്നത്. അതെ. ഇപ്പൊ നോർമലി അങ്ങനെ വരാറില്ല. പിന്നെ ഞാനും വിചാരിച്ചില്ല ബൈക്കിന് വന്നതോ അങ്ങനെ വല്ലതും ആകാം. അങ്ങനെ നമ്മൾ അത്ര കാര്യമായിട്ട് ചിന്തിച്ചില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ താഴെ ചെന്നപ്പം അവിടുത്തെ എന്റെ സ്റ്റാഫ് പറഞ്ഞു മാഡത്തിന് ആ പിള്ളേരോടൊന്നും ഉണ്ടാവും, അവർക്ക് ഒരു ഭാഷ അറിയത്തില്ല, മലയാളം അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുവാ? പറഞ്ഞു ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് വരുവാ, സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞേ. അപ്പൊ ഇവിടെ എന്തിനു വന്നാ? ഇവിടെ ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. മാരേജിന് അറ്റൻഡ് ചെയ്യാൻ വന്നതെന്നാണ് പറഞ്ഞത് അല്ലേ? അതെ. അപ്പൊ ആരുടെയാന്ന് ചോദിച്ചപ്പോ ഫ്രണ്ടിന്റെ ആന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ഫ്രണ്ട് എന്ന് പറഞ്ഞ മലയാളിയാണോ? അപ്പം പറഞ്ഞു അല്ല. അപ്പൊ ഏത് ജാതിക്കാരത്തെ? അവൻ പറഞ്ഞു അത് അറിയത്തില്ല. പിന്നെ എങ്ങനെയാ ഫ്രണ്ടായേ? അത് പറഞ്ഞു ഇത് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാന്ന് പറഞ്ഞു. ആരുടെ? പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടിന്റെ കല്യാണം കൂടാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അതെ അങ്ങനെ പറഞ്ഞു. പിന്നെ ലൂസി തന്നെ നേരിട്ട് ഈ 2 കുട്ടികളുമായിട്ട് സംസാരിച്ചു അല്ലേ? ഞാൻ സംസാരിച്ചു. അവര് പേരൊക്കെ കൃത്യമായിട്ടും ഫാത്തിമയെന്നോ അശ്വതിന്നാണോ പറഞ്ഞത്? അതെ. അപ്പൊ നമുക്കങ്ങനെ സംശയം തോന്നില്ല. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിന്നെയും എന്നെ എന്റെ ഓഫീസിലായിരുന്നു മോളില്. ഓഫീസിൽ നിന്ന് എന്റെ സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഒന്നും കൂടെ വരാമോ, ഈ പിള്ളേര് പോകാൻ ഭയങ്കരമായിട്ട് ധൃതി കൂട്ടുന്നെന്ന്. അപ്പൊ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും? അപ്പൊ ഒരു 4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. 4 മണി. ഏകദേശം 2 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? 2 അവിടെ 4-4.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പൊ 11 ട്രീറ്റ്മെന്റിന്. അപ്പൊ ഞാനപ്പോ പറഞ്ഞു എത്തി. അപ്പൊ ഞാനപ്പോഴത്തേനും പറഞ്ഞു പിന്നെ പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഈ ട്രീറ്റ്മെന്റ് മൊത്തം പെനട്രേറ്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഇരിക്കണം. അവൻ പറഞ്ഞു ഞങ്ങൾക്ക് പനവേലിൽ എത്തണം, 6 മണിയാകുമ്പോൾ പനവേലിൽ എത്തണം. ഞാൻ പറഞ്ഞു 6 മണിയാകുമ്പോൾ പനവേലിൽ എത്താൻ പറ്റില്ല, അത് ഒത്തിരി ദൂരമല്ലേ, ഞങ്ങൾ ഇവിടുന്ന് ബസ്സിന് പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബസ്സിന് പോകത്തില്ല, ട്രെയിനേ പോകാൻ പറ്റത്തുള്ളൂ, ബസ് ഭയങ്കര ദൂരം, ട്രാഫിക്കൊക്കെ അല്ലേ, നിങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയത്തില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല ഞങ്ങൾ പുതിയതോ, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയത്തില്ല എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിവേ ട്രീറ്റ്മെന്റ് കഴിയട്ടെ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ പോയി കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് പിന്നെ ഞങ്ങൾക്ക് ഫോണില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് ഫോൺ ചെയ്യാനാന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ചോദിച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ ഫോൺ കൊടുത്തപ്പോഴത്തേനും ആരെയോ വിളിച്ചു, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഞാൻ എന്റെ ഫോണുമായിട്ട് പോയപ്പോ പിന്നെ ഒരു ആൺകുട്ടി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മിസ് കോൾ ഇട്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല. അപ്പോഴേ എനിക്ക് ഓർമ്മ. ഞാൻ ചോദിച്ചു 2 പെൺപിള്ളേര് വന്ന് അവരിട്ട് എന്റെ ഫോൺ കൊണ്ടായിരുന്നു, അവരായിരിക്കും. മലയാളത്തിലാണോ ഇയാൾ സംസാരിക്കുന്നത്? അതെ അയാൾ മലയാളത്തിലാ. മലയാളി. ഇല്ല, അറിയത്തില്ല. ആ നമ്പർ ഇപ്പോഴും മാഡത്തിന്റെ ഫോണിൽ ഉണ്ടാവില്ലേ? ഉണ്ട്. ആ നമ്പർ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫോർവേഡ് ചെയ്ത് തരുമോ? തരാം. പറഞ്ഞോളൂ. അപ്പം മാഡം ആ കുട്ടിയുമായിട്ട് സംസാരിച്ചു, ആ ആൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ ആൺകുട്ടി എന്താ പറഞ്ഞത്? ആൺകുട്ടി പറഞ്ഞു ഞാൻ മിസ് കോൾ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ ആ പിള്ളേർക്ക് ഒന്നും കൂടെ കൊടുക്കാമോ? ഞാൻ പറഞ്ഞു ഞാനും അവിടെ ഇല്ല, ഞാൻ വെളിയില്ല എന്ന് പറഞ്ഞു. ഞാൻ മറന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും ചോദിച്ചു ഒന്ന് കൊടുക്കാമോ? പിന്നെ ഞാൻ വിളിച്ചു. അപ്പോഴത്തേനും അപ്പോഴത്തേനും ഞാനൊരു സ്റ്റാഫിന്റെ ഫോൺ കൊടുത്തപ്പോ ഇവരെന്തോ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ പയ്യൻ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുവാണ്, ഈ പിള്ളേർക്ക് ഇങ്ങോട്ട് വരാൻ അറിയത്തില്ല, ലൊക്കേഷൻ ഒന്ന് അയക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു.
അപ്പൊ ആ കുട്ടി ഈ ആൺകുട്ടി അയാളെ പരിചയപ്പെടുത്തുന്നുണ്ടോ? അയാൾ ഇന്ന സ്ഥലത്തുള്ള ആളാണ്, അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറഞ്ഞില്ല. അയാൾ പക്ഷെ മുംബൈയിൽ ഉണ്ടാവും അല്ലേ? 6 കൂട്ടി ഒരു പേര് പറഞ്ഞു. മുംബൈയിൽ അയാൾ ഉണ്ട് അപ്പോ? ഉണ്ട്, മുംബൈയിലുണ്ട്. അയാൾക്ക് ഈ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. CST വീണ്ടും അയാൾ വിളിച്ചിട്ട് പറഞ്ഞു പിള്ളേരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഫോണിൽ കൂടെ, ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ, ഞാൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോളെ അവിടെ ഇരുന്നോ, നിങ്ങളുടെ ഫ്രണ്ട് ഇവിടെ വരും, നിങ്ങൾക്ക് വഴി തെറ്റിപ്പോവും, ഫ്രണ്ട് ഇവിടെ ഒന്ന് കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞേ. അപ്പോഴത്തേനും ഓക്കെ എന്നും പറഞ്ഞു. ഞാൻ വിചാരിച്ച ഒരു മോളിലുണ്ടായിരിക്കും, അവിടെ മുകളിലോട്ട് കയറി പോകുന്ന കണ്ടു, മെസിനൻ ഫ്ലോറിലേക്ക്, ലേഡീസ് സെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞപ്പോഴല്ലേ അറിയുന്നത്. അപ്പൊ ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചു, പറഞ്ഞു ഇല്ല മാഡത്തിന്റെ ഫോൺ വന്നു കഴിഞ്ഞാൽ അന്നേരം അവരിറങ്ങി ഓടിക്കളഞ്ഞെന്ന്, നല്ല പോയെന്ന്.